ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഞാനിത് ആമുഖമായി പറഞ്ഞത് ചിലർക്കെങ്കിലും സംശയമുണ്ടാവാം, ഡോക്ടർ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി ഉയർത്തുന്ന ഒരു ആരോപണമാണെന്ന്. പലതരത്തിലാണല്ലോ പ്രചരണങ്ങൾ നടക്കുക. നമസ്കാരം ഡോക്ടർ. ഈ ധൈര്യത്തിനൊരു സല്യൂട്ട്. കാരണം നമ്മൾ കഫീൽ ഖാൻ ഉത്തർപ്രദേശിൽ തുറന്നു പറയുമ്പോൾ, അദ്ദേഹത്തിനെതിരെ ഭരണകൂടം പോരാട്ടം നടത്തുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുക്കും. പക്ഷേ സ്വന്തം നമ്മുടെ നാട്ടിലെ ഇത്തരം വീഴ്ചകൾ തുറന്നു കാണിക്കുമ്പോൾ ആക്രമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ പിന്തുണയൊക്കെ ഡോക്ടറിനുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഞാനിനി ആവർത്തിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പ്രേക്ഷകരുടെ സംശയം മാറ്റാൻ വേണ്ടി, ഡോക്ടർ ഇപ്പോൾ ഏത് സംഘടനയിലെ അംഗമാണ്? പ്രതിപക്ഷ സംഘടനയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശമോ താങ്കളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിലുണ്ടോ? എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അംഗത്വങ്ങളൊന്നും രാഷ്ട്രീയ പാർട്ടികളിലൊന്നുമില്ല. ആകെ സംഘടന പറഞ്ഞത് KGMCT ആണ്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമില്ലാത്ത സംഘടനയാണ്. അതിന് മാത്രമേ എനിക്ക് അംഗത്വമുള്ളൂ. റൈറ്റ്. നമ്പർ 2, ഡോക്ടർ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു 67 ശേഷം ഈ സർവീസിൽ പ്രവർത്തിച്ചത് മുതൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്തത് മുതൽ ഇന്നുവരെ സർക്കാർ സർവീസിലാണ് കൂടുതലും അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊരു ചെറിയ ടൈമിൽ മാത്രമാണ് അങ്ങ് പുറത്തു പോയതെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞ് അങ്ങ് തിരിച്ചു വരികയും ചെയ്തു. ഈ പോസ്റ്റ് ഇടാനിടയായ സാഹചര്യം സഹികെട്ടാണോ അങ്ങ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്? ഇത് ഇടുന്നതിന് മുമ്പ് സഹപ്രവർത്തകരോട് കൂടി ആലോചിച്ചിരുന്നു? ഇത് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതിനെ പറ്റി സഹപ്രവർത്തകരോടൊന്നും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് ഞാൻ പത്രവാർത്തകളും എല്ലാ മീഡിയയും തുടർച്ചയായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ്. 24 ചാനൽ, റിപ്പോർട്ടർ ചാനൽ, ഏഷ്യാനെറ്റ്, ഇതെല്ലാം തുടർച്ചയായിട്ട് രാത്രി വരെ ഞാൻ നിരന്തരം വീക്ഷിക്കുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളും ഇതെല്ലാം നിരന്തരം നോക്കുന്ന ആളാണ്. നന്നായിട്ട് വായിക്കുന്ന ആളാണ്. പത്രങ്ങൾ 3 പത്രമെങ്കിലും ദിവസം വായിക്കുന്ന ആളാണ്. ഇതെല്ലാം നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ നിരന്തരം വീക്ഷിക്കുന്ന ആളാണ്. രാഷ്ട്രീയത്തിലെ ഉള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാര്യങ്ങളും ഇതെല്ലാം ഞാൻ നിരീക്ഷിക്കുന്ന ആളാണ്. അത് സാറിനും തന്നെ മനസ്സിലാവും. ഞാൻ ഫേസ്ബുക്കിൽ പലപ്പോഴായിട്ടുള്ള പോസ്റ്റുകൾ അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ ചായവോടുകൂടിയല്ല. ഈ ഓരോ തെറ്റുകൾ കാണുമ്പോൾ, പ്രശ്നങ്ങൾ കാണുമ്പോൾ, ഇത് ചെഗുവേര പറഞ്ഞതുപോലെ നിങ്ങളൊരു ഡോക്ടർ എന്ന് പറഞ്ഞ രോഗിയുടെ അല്ല, ഒരു സമൂഹത്തിൻ്റെ പരിഷ്കർത്താവാണ് ഒരു ഡോക്ടർ എന്നാണ് ചെഗുവേര പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരു സമൂഹത്തിൻ്റെ പരിഷ്കർത്താവാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ. ആരോഗ്യം നമ്മൾ പറയുന്നത് തന്നെ ആരോഗ്യം വ്യക്തിപരമായ ഒരു ആരോഗ്യമില്ല, ഒരു സോഷ്യൽ വെൽബീയിങ് കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം സൊസൈറ്റിയുടെയും കൂടെ വ്യത്യാസം അതിനകത്ത് വരണം. അപ്പോൾ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി പോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടരുത്, അത് ചട്ടലംഘനമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെ, തീർച്ചയായിട്ടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ എപ്പോഴാണ് ഈ ഒരു രൂക്ഷമായ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ഏതു സമയം മുതലാണ്? ഇത് കഴിഞ്ഞ ഞാൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആകുന്ന സമയം മുതൽ, അതിന് മുമ്പേ ഞാൻ സെക്കൻഡ് യൂണിറ്റ് ചീഫായിരുന്നു. ആ സമയവും പിന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാനിരിക്കുന്ന സമയവും ഒക്കെ ഈ പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഈ അടുത്ത കുറച്ച് കാലങ്ങളിലായിട്ടാണ് ഇത് വളരെ ബുദ്ധിമുട്ടായത്. ഈ പല മെഷീനുകളും അവർ വാങ്ങി തന്നിട്ടുണ്ട് എന്നുള്ളത് അത് ശരിയാണ്. അത് പക്ഷേ അതിൻ്റെ ആക്സസറീസും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ സർവീസിങ്ങും ബാക്കി ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളും അടുത്തിടെയായിട്ടാണ് അത് കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറിയത്. അപ്പോൾ അതോടുകൂടിയാണ് നമുക്ക് ഇതുപോലെ മറ്റ് ആൾട്ടർനേറ്റീവുകൾ പേഷ്യൻസിനെ കൊണ്ട് തന്നെ പൈസ പിരിച്ച് സാധനം വാങ്ങി ഓപ്പറേഷൻ ചെയ്യേണ്ട ഗതികേടിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നത്. ഈ കൃത്യമായ മെയിൻ്റനൻസും സർവീസും ഇല്ല എന്നതാണോ ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച? അതെ, അത് തന്നെയാണ്. മാത്രമല്ല, നമുക്ക് ഇത് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മോഡേണൈസേഷന് വേണ്ടിയിട്ടുള്ള പുതിയ ഉപകരണങ്ങളുടെ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലായ്മയും, അത് ആ കാലാകാലങ്ങളിൽ പുതിയ സംവിധാനങ്ങൾ, ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്, ലാപ്രോസ്കോപ്പി യൂറോളജി ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. യൂറോളജി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലാപ്രോസ്കോപ്പി ഉണ്ട്, യൂറോളജിയിൽ ലാപ്രോസ്കോപ്പി ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ, നമുക്ക് അതിൻ്റെ ഉപകരണം ഇല്ല. അതിൻ്റെ റിക്വസ്റ്റ് ഞാൻ കൊടുത്തിരുന്നതാണ്. അതിനകത്ത് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ യൂറോളജിയിലെ ലാപ്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ റിക്വസ്റ്റ് കൊടുത്തത് എത്ര കാലം മുമ്പാണ്?
അത് എനിക്കൊന്ന് ഒരു 7-8 മാസമായി. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഹോസ്പിറ്റലിൻ്റെ രേഖകളെല്ലാം ഉണ്ട്. ഞാനത് കൊടുത്തതിൻ്റെ കോപ്പി. അതായത് ഡോക്ടർ കൊടുത്ത പല അപേക്ഷകളും റിക്വസ്റ്റുകളും 5-6 മാസം മുമ്പ് കൊടുത്തതാണല്ലേ? ഇത് ലാപ്രോസ്കോപ്പിയുടേതാണെങ്കിലും ശരി, മറ്റു ഉപകരണങ്ങളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി, പ്രോബ് അടക്കമുള്ള അവശ്യ വസ്തുക്കളുടെ ലഭ്യതക്കുറവാണെങ്കിലും ശരി, ഇത് ചൂണ്ടിക്കാട്ടി ഡോക്ടർ അപേക്ഷ കൊടുക്കുകയും അത് കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തത് ഒരു 4-5 മാസമൊക്കെ ആയിട്ടുണ്ടോ? 4-5 മാസം മാത്രമല്ല, 4-5 മാസമല്ല, ഒരു വർഷം. ഒരു കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി, കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ 1-ാം തീയതിയാണ് ഞാൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് 1 വർഷവും 2 മാസവും കഴിഞ്ഞു. ഞാൻ ആ ചാർജ് എടുത്ത അന്ന് തന്നെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആ ഒരു ആഴ്ചക്കകത്ത് തന്നെ അടിയന്തര സ്വഭാവമുള്ള പല സാധനങ്ങളുടെയും പേര് ഇതുപോലെ റിക്വസ്റ്റുകൾ കൊടുത്താണ്. അതായത് 1 വർഷം മുമ്പുള്ള ഇതുപോലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പരിഹാരമായിട്ടില്ല. അതിന് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റുകളിൽ എന്ത് നടപടിയെടുത്തെന്നോ അത് എവിടെയാണ് ഉള്ളതെന്നോ അതെന്ത് സംഭവിച്ചെന്നോ എന്നും നമ്മൾ അറിയിക്കാറില്ല. ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാറില്ല. അതിനുള്ള യാതൊരു സംവിധാനവും ഇല്ല. നമ്മുടെ പലപ്പോഴും നമ്മൾ പിന്നീട് അവിടെ പോയി അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് കിട്ടിയിട്ടില്ല. പേപ്പർ ഫയലുകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഈ ഫയലിംഗ് ആക്കിയെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ അതിന് മുമ്പേ നമുക്ക് കൊടുത്തിരുന്ന പേപ്പർ ഫയലുകളായിട്ടാണ്. എല്ലാം പേപ്പറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിരുന്ന പലതും പല ഓഫീസുകളിൽ തന്നെ ഇല്ല, അത് കിട്ടിയിട്ടില്ല, അതെവിടെ പോയി അറിയില്ല, വേറെ ഒരെണ്ണം കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ അലസമായിട്ടുള്ള മറുപടികളാണ് പലപ്പോഴും. അതായത് അലസമായ മറുപടിയും കുത്തഴിഞ്ഞൊരു സംവിധാനം എന്ന് തന്നെ പറയാം അല്ലേ? കിട്ടുന്നു എന്ന് പറയാം.